ഒരു ബിഗിനർ എന്ന രീതിയിൽ ബിഗ് ബോസ് ഉപകാരപ്പെടുന്നത് ഞാൻ സാബുമോനോടും പറഞ്ഞു, ആരിനോടും പറഞ്ഞു. പിന്നെ അവിടെ എല്ലാ ആളുകളും പറഞ്ഞു ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ്. അത് യൂസ് ചെയ്യുക, അല്ലാതെ ഒരാളെ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞ് അവിടെ നിൽക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും എല്ലാവരുടേതായ ഫാൻ ബേസ് ഉണ്ട്. അതിൽ കുറച്ച് ഫാൻ പവറും കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ ജയിക്കും. അല്ലാതെ പി ആർ മാത്രം. ഇപ്പൊ ഞാൻ ഒരു കാര്യം, കെന്ന എനിക്ക് 16 ലക്ഷം രൂപ വന്നേക്കാണ്. കെന്നയുടെ നല്ല വശങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രൊജക്ട് ചെയ്യണം. എനിക്ക് മോശം കാര്യങ്ങൾ കെന്ന അവിടെ ചെയ്യുന്നില്ലേ? ഇല്ലേ? അപ്പൊ ആളുകൾ തീരുമാനിക്കില്ല കെന്ന വളരെ മോശം സ്ത്രീയാണ്, എനിക്ക് വോട്ട് ചെയ്യണ്ട, കെന്ന ഔട്ടാവും. അനുമോൾ ഫൈനൽ വരെ വന്നില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇവര് ചിന്തിക്കുന്നില്ല അനുമോള് ഫൈനൽ വരാനുള്ള റീസൺ എന്താ? അനുമോൾക്ക് ഒരു നല്ല വശമുണ്ട്. ഇനി എത്ര മോശം വശം ഉണ്ടെങ്കിലും ഒരാൾക്ക് നല്ല വശം ഉണ്ടെങ്കിൽ തന്നെ അത് ടോപ്പ് 5 എത്തി. പിന്നെ എന്തിനാണ് ഇവരെ ടാർഗറ്റ് നോക്കുന്നത്?